പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിന്റെ വലിയ കൃപയാൽ നമ്മളെല്ലാവരും അഭിഷേകം ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാമത്തെ തിരുവചനമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണ് എന്ന് ഇവിടെ വ്യക്തമാകുകയാണ്. നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി പേര് ഈ 50 നോയമ്പില് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ഈശോയെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെയും നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ തിരുവചനത്തിലൂടെ വ്യക്തമാകുകയാണ്. വചനം ഒന്നും കൂടെ ഞാൻ വായിക്കാം. എന്റെ ശരീരം ഭക്ഷിക്കുകയും, അതായത് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ ശരീരം ഭക്ഷിക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയുടെ രക്തം പാനം ചെയ്യുന്നു. അപ്പം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് വഴിയായിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവം തന്നെ, ഈശോ തന്നെ നമ്മിൽ വന്ന് വസിക്കുകയാണ്. അതിലും വലിയൊരു ഭാഗ്യവുമില്ല. അപ്പൊ ഈശോ നമ്മിൽ വന്ന് വസിക്കുന്ന, ഈശോ നമ്മളിലേക്ക് വരുന്ന, ഈശോ നമ്മളിൽ ജീവിക്കുന്ന ഒരു അനുഭവമാണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 15:7 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നമ്മളോട് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളൊക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഏതാഗ്രഹവും ചോദിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് ചെറുപ്പം മുതലേ നമുക്കെല്ലാവരും പറഞ്ഞു തരാറുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അതൊരു വചനത്തിന്റെ വാഗ്ദാനം കൂടിയാണ്, അല്ലേ? നിങ്ങൾ എന്നിൽ വസിക്കുകയും, അതായത് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയിൽ വസിക്കുന്നു, ഈശോ നമ്മിൽ വസിക്കുന്നു, അതവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. വീണ്ടും വചനം പറയാണ്, എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ, അതായത് വിശുദ്ധ കുർബാന സ്വീകരണവും ദൈവത്തിന്റെ വചനത്തോടുള്ള ആ സ്നേഹവും, വചനം വായിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും വചനത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ, ദിവ്യകാരുണ്യം സ്വീകരിച്ചും വചനത്തെ സ്വീകരിച്ചും ആ യേശുവുമായുള്ള ഗാഢമായ ഐക്യത്തിൽ സ്വീകരിക്കുമ്പോൾ വചനം പറയുന്നു, ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏതാഗ്രഹവും ഏത് പ്രാർത്ഥനയ്ക്കും ഉത്തരം തരുന്ന ഒരു അനുഗ്രഹമാണ് ദിവ്യകാരുണ്യ സ്വീകരണം. നമുക്ക് വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിച്ച് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി, ആഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.